ആക്ച്വലി ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിക് ബിസിനസ് ഐഡിയാസ് നോക്കി നടക്കുമായിരുന്നു. ശരിക്കും ഞാൻ അതിനെപ്പറ്റി റിസർച്ച് വരെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് പ്രൊഡക്റ്റ് വേണം, നല്ലൊരു പ്രൊഡക്റ്റ് വേണം, കാരണം കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആകണം, അതുപോലെ തന്നെ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വേണം എന്ന രീതിയിൽ നമ്മൾ നല്ലൊരു റിസർച്ച് നടത്തി. പക്ഷെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, കൂടെ ഉള്ളൊരു ഫ്രണ്ട്, അവൻ ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവന് എന്നും മൈഗ്രെയിൻ്റെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇവൻ ഡെയിലി ഏകദേശം ഒരു 10 കോഫിയെങ്കിലും കുറഞ്ഞത് കുടിക്കും. അപ്പം ഇത് കോഫി കുടിക്കുന്നത് കൊണ്ടാണ് അവന് ഉറക്കക്കുറവ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അവന് ശരിക്കും പറഞ്ഞാൽ ഒരു കോഫി അഡിക്റ്റഡാണ്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് കഴിവതും ഒഴിവാക്കാനാണ് പറഞ്ഞത്. അവൻ വന്ന് നടക്കുന്ന കാര്യമല്ല. അവൻ്റെ വർക്ക് പ്രഷറും സ്ട്രെസ്സും എല്ലാം കാരണം കൊണ്ട് അവൻ ഇത് കോഫി യൂസ് ചെയ്യും. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആലപ്പുഴ മാവൻ്റെ വീട് വരെ പോയപ്പോൾ അവിടുത്തെ അമ്മൂമ്മ ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു കോഫി ഉണ്ടാക്കി തന്നു. ഇവൻ പറഞ്ഞു ഞാൻ കോഫി കുടിക്കത്തില്ല. അപ്പോൾ ഇവൻ കോഫി കുടിക്കാതിരിക്കുന്നതനുസരിച്ച് ഇവന് തലവേദന കൂടുകയും ചെയ്യുന്നുണ്ട്. കാരണം കോഫി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കോഫി പെട്ടെന്ന് നിർത്തലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തലവേദന പിന്നെ തുടങ്ങും. ഇല്ല, ഇതിനകത്ത് നോർമൽ കോഫി അല്ല, കാപ്പിക്കുരി ഇല്ലാത്ത കാപ്പിപ്പൊടിയാന്ന് പറഞ്ഞു. എന്നാൽ നോക്കിയേക്കാനെന്ന് വെച്ച് പരീക്ഷിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സാധാ കാപ്പി കുടിക്കുന്ന ഒരു ഫീലേ കിട്ടിയുള്ളൂ. കാരണം പാലിൽ യൂസ് ചെയ്തത് ബ്ലാക്ക് കോഫി. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ ഇതിൻ്റെ റെസിപ്പി എന്തെങ്ങനെയാണെന്ന് ചോദിച്ച് അപ്പോൾ നല്ലൊരു റെസിപ്പി അമ്മൂമ്മ പറഞ്ഞു തന്നു. ഞങ്ങളത് വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ കൊള്ളാം, സാധനം നമുക്കും പറ്റുന്നതാണ് എന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിസിനസ് ഐഡിയ. ഈ പ്രൊഡക്റ്റാണ് ഞങ്ങൾക്ക് ഇനി ബിസിനസ്. കാരണം ആരുടെയും കയ്യിലില്ലാത്തൊരു പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ ഇത് തന്നെ ഇറക്കാൻ പോകണമെന്നുള്ള പ്ലാൻ. അങ്ങനെയാണ് നമ്മുടെ കഫി സ്റ്റാർട്ടാകുന്നത്.